മനസ്സിൽ വല്ലാതെ വേദനയും ദുഃഖങ്ങളും തോന്നുമ്പോൾ ഒരു യാത്ര അത് ആർക്കും നല്ലതാണ്. സത്യത്തിൽ ഈ യാത്ര എന്ന് പറയുമ്പോൾ മനസ്സിനെ വളരെ ശാന്തവും സമാധാനവും. അതെ, ഞാനും ഒരു യാത്ര മലകളും ചെരുവുകളും കാടുകളും നിറഞ്ഞ ചുരങ്ങളും താണ്ടിയ ഒരു യാത്രയെ എൻ്റെ മനസ്സിനെ വല്ലാതെ ആനന്ദം തന്നു. സത്യം, ഇതാ ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാതകളെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം. ഇത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി എന്ന സ്ഥലത്തെ മണിപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നിന്നും 4 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് താമരശ്ശേരി ചുരത്തിൻ്റെ അടിവാരത്താണ്. കാടും വന്യമൃഗങ്ങളും നിറഞ്ഞ അടിവാരം. ഞാൻ അവിടെ പോയിരുന്നു, പക്ഷെ ഇന്നലെ രാത്രിയായിരുന്നു. പക്ഷെ രാത്രി എനിക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും എൻ്റെ ഈ യാത്രയുടെ പ്രത്യേകിച്ച് ഈ യാത്രയിൽ ലക്ഷ്യങ്ങളൊന്നുമില്ലെങ്കിലും മനസ്സ് എന്തെന്നില്ലാത്ത ആനന്ദത്തിലാണ് ഇപ്പോൾ. അങ്ങനെ എൻ്റെ യാത്ര കഴിഞ്ഞിപ്പോൾ ഞാൻ തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് 2 ദിവസത്തെ വനവാസത്തിന് ശേഷം എന്നൊക്കെ പറയാനാണ്. അപ്പോൾ 2 ദിവസത്തെ വനവാസത്തിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് മണിപ്പാലിൽ നിന്നും ഓമനശ്ശേരിയിലേക്കുള്ള റൂട്ടിലാണ് ഞാൻ എൻ്റെ യാത്ര. ഓമനശ്ശേരി എന്ന് പറയുമ്പോൾ അതിസുന്ദരമായ ഒരു സ്ഥലമാണ്. ഇവിടെ ആളുകൾ, മലകൾ കഴിയുന്ന സ്ഥലമാണ്. അപ്പോൾ എൻ്റെ യാത്രയുടെ ലക്ഷ്യം ഓമനശ്ശേരിയിലേക്കാണ്. ഒരുപാട് വാഹനങ്ങളെല്ലാം ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണിതെങ്കിലും വളരെ രസവും ശാന്തിയും സമാധാനവുമുള്ള പാറകളും മലകൾ അങ്ങനെ എന്നിങ്ങനെ വേണ്ട, പ്രകൃതിയുടെ എല്ലാ ഭംഗികളും ചേർന്നിട്ടുള്ള ഒരു സുന്ദരി എന്ന് തന്നെ വിളിക്കാം. കേരളത്തിൻ്റെ ഒരു സുന്ദരി തന്നെയാവും ഈ ഓമനശ്ശേരി എന്ന് പറയുന്ന കൊച്ചു സ്ഥലം. അപ്പോൾ ഞാനിവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി വിശദീകരിക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമാണ്. ഇനി ബാക്ക് ക്യാമിൽ ഞാൻ അടുത്ത വീഡിയോസ് എടുക്കുന്നുണ്ട്. അതിൽ ഞാൻ ബാക്കി വിശദീകരിക്കാം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഒരു യാത്ര നടത്തി നോക്കൂ. തികച്ചും ഒരുപാട് കമ്പനികളായിട്ട് പോകുന്ന യാത്രയേക്കാളും ഒരു വ്യത്യസ്തമായ സുഹൃത്തുക്കളായിട്ടുള്ള യാത്രയാണ് ഏറ്റവും നല്ല യാത്ര. പക്ഷെ അതിലും ഒരു തികച്ചും വ്യത്യസ്തമായിരിക്കും ഒറ്റയ്ക്കുള്ളൊരു യാത്ര. അതായത് മറ്റു ഒരു ചിന്തകളുമില്ലാതെ നാം ഒറ്റയ്ക്ക് ഏതോ ഒരു ലോകത്ത്, കാടുകളിലേക്കൊക്കെ ടൂർ പോകുമ്പോൾ എപ്പോഴും ഒറ്റയ്ക്കാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയും ഭയവും ഏകാന്തതയും പ്രകൃതിയോട് സംസാരിച്ച് മരങ്ങളോടും വൃക്ഷങ്ങളോടും സംസാരിച്ചുള്ളൊരു യാത്ര, അത് എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ യാത്രയിലൊരു സുഖം വേറെ തന്നെയാണ്. പലതും പറയും, ഓക്കെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് യാത്ര പോയിട്ടുള്ളതാണ്. പക്ഷേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് യാത്ര പോകണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരുപാട് ആളുള്ളയിടത്തേക്കാണ് ഫ്രണ്ട്സായിട്ടുള്ള ടൂർ. ഇങ്ങനെ ഈ കാടും മലയും ചെരുവുകളുമുള്ള വന്യമൃഗങ്ങളൊക്കെ ഉള്ളിടത്തേക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഇവിടെ കൂട്ടുകാരെന്ന് പറയാൻ ഒരുപാട് പേരുണ്ടാവും. മരങ്ങളുണ്ടാവും, വൃക്ഷങ്ങളുണ്ടാവും, ചെടികളുണ്ടാവും. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, എന്തൊന്നുമില്ലാത്തൊരു ആനന്ദമായിരിക്കും നമുക്ക് കിട്ടുക. അത് വ്യത്യസ്തമാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. ഫ്രണ്ട്ഷിപ്പിൻ്റെ സ്നേഹം വേറെ, കുടുംബസ്നേഹം വേറെ, ശത്രുക്കളുടെ സ്നേഹം വേറെ, മൃഗങ്ങളുടെ സ്നേഹം വേറെ, വന്യമൃഗങ്ങളുടെ സ്നേഹം വേറെ, പ്രകൃതിയെ സ്നേഹിക്കുന്നവർ വേറെ. അങ്ങനെ സ്നേഹം എന്ന് പറയുമ്പോൾ പിന്നെ ഇതിനെല്ലാത്തിനുപരി മദ്യത്തിൻ്റെ സ്നേഹം കണ്ടെത്തുന്നവരുണ്ട്. അങ്ങനെ പലതും പല രീതിയിലാണ് സ്നേഹങ്ങൾ. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെയുള്ളൊരു ടൂറിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കുള്ളൊരു യാത്രയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ കാടുകളൊക്കെ താണ്ടി ഒരു എന്താ പറയുക, നമ്മുടെ നമ്മൾ ഓമനശ്ശേരിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്. ഓമനശ്ശേരി ടൗൺ കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ വയ്ക്കുന്നു.